ഓപ്പറേഷൻ സിന്ദൂറിൽ ഞാൻ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി മരിച്ചേനെ എന്ന് പരാമർശിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. US കോൺഗ്രസിന്റെ സംയുക്ത സഭയെ അഭിസംബോധന ചെയ്തായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം തടയുന്നതിൽ തനിക്ക് നിർണായക പങ്കുണ്ട് എന്നും ട്രംപ് പറഞ്ഞു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് സംഘർഷം അവസാനിപ്പിച്ചതിൽ ട്രംപിനെ പ്രശംസിച്ചുവെന്നും പാകിസ്ഥാന്റെ 35 ദശലക്ഷം ആളുകളുടെ ജീവൻ രക്ഷിച്ചതിന് പിന്നിൽ ട്രംപിന്റെ ഇടപെടലാണ് എന്ന് പറഞ്ഞുവെന്നും ട്രംപ് പറയുകയുണ്ടായി. താൻ അധികാരത്തിലേറി വെറും 10 മാസത്തിനകം 8ഓളം യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്നും ട്രംപ് സ്വയം അവകാശപ്പെട്ടു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ആണവ യുദ്ധത്തിന്റെ വക്കിലെത്തിയതാണ് എന്നും ട്രംപിന്റെ നിർണായകമായ ഇടപെടലാണ് അത് ഒഴിവാക്കിയത് എന്നും ട്രംപ് പറഞ്ഞു. US സമ്മർദ്ദത്തെ തുടർന്നാണ് ഇന്ത്യ ആക്രമണം അവസാനിപ്പിച്ചത് എന്നും ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെടുകയായിരുന്നു. അതേസമയം ഇറാൻ തീവ്രവാദത്തിന്റെ 1-ാം നമ്പർ സ്പോൺസറാണ് എന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. ഡിസംബർ 25-ന് ശേഷം ഇറാനിൽ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ച ശേഷം 32,000 പേരാണ് കൊല്ലപ്പെട്ടത്. ആണവായുധം ഉണ്ടാക്കാൻ ഇറാനെ അനുവദിക്കില്ല എന്നും ട്രംപ് പറഞ്ഞു. അതേസമയം പാകിസ്ഥാനിൽ ഇമ്രാൻഖാന്റെ വലത് കണ്ണിന്റെ കാഴ്ചശക്തി 85% നഷ്ടമായതായി റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു. പാകിസ്ഥാൻ സർക്കാർ ഇമ്രാൻഖാനെ വളരെയധികം ക്രൂശിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരികയാണ്. 15% കാഴ്ച മാത്രമാണ് ഇമ്രാൻഖാന് അവശേഷിക്കുന്നത് എന്നും ഇമ്രാന്റെ കണ്ണിൽ രക്തം കട്ട പിടിച്ചപ്പോൾ ജയിൽ അധികൃതർ മതിയായ ചികിത്സ ലഭ്യമാക്കാത്തതാണ് ഈ കാഴ്ചശക്തി നഷ്ടമാകാൻ കാരണമെന്നും റിപ്പോർട്ടിൽ പറയുകയാണ്. ഫെബ്രുവരി 10-നാണ് സൽമാൻ സഫ്ദാർ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇമ്രാൻഖാന്റെ ആരോഗ്യസ്ഥിതി ഗൗരവമായി പരിഗണിച്ച് കാലതാമസമില്ലാതെ തന്നെ ചികിത്സ ലഭ്യമാക്കണമെന്ന് അമിക്കസ് ക്യൂറി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. എത്രയും വേഗം നേത്രരോഗ വിദഗ്ധരുടെ സംഘത്തെ ചികിത്സയ്ക്കായി ഏർപ്പെടുത്തണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാഴ്ചശക്തി കുറഞ്ഞത് ഇമ്രാനെ അസ്വസ്ഥനാക്കിയിരിക്കുകയാണ്. മതിയായ ചികിത്സ ലഭിക്കാത്തത് അദ്ദേഹത്തിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും ഇമ്രാൻഖാന്റെ ആരോഗ്യത്തിൽ ആശങ്ക എന്ന വാർത്ത വീണ്ടും പുറത്തു വരികയാണ്. ഇമ്രാൻഖാനെ പാകിസ്ഥാൻ സർക്കാർ വലിയ രീതിയിൽ ദ്രോഹിക്കുകയാണ് എന്ന ആരോപണം ഇമ്രാൻഖാന്റെ കുടുംബവും ബന്ധുക്കളും ഒക്കെ പുറത്തു പറഞ്ഞിരുന്നു. ഒരിടയ്ക്ക് പാകിസ്ഥാനിലെ മാധ്യമങ്ങളിലൂടെ അത്തരം വാർത്തകൾ പുറത്തു വന്നിരുന്നു. പ്രതിപക്ഷത്തെ വലിയ രീതിയിൽ അടിച്ചമർത്താനാണ് പാകിസ്ഥാൻ സർക്കാർ ശ്രമം നടത്തുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇമ്രാൻഖാന്റെ കാഴ്ചശക്തിയെ സംബന്ധിച്ചുള്ള ആശങ്ക കൂടി പുറത്തേക്ക് വരുന്നത്.